ചീന്തിയെറിയപ്പെട്ടൊരു ഭൂമിയിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സമാശ്വാസമായി കണ്ണീരൊപ്പാൻ എത്തുന്ന കാഴ്ച പ്രേക്ഷകർ കാണുകയാണ്. ഉറപ്പായും ആ മേഖലയ്ക്ക് അത് നൽകുന്ന ആശ്വാസം ചെറുതയല്ല എന്നുറപ്പായും പറയാൻ കഴിയും. പ്രധാനമന്ത്രി ഇപ്പോൾ ദുരന്തബാധിത പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണം ചെയ്തു. അതിനുശേഷം ചൂരൽമലയിലേക്ക് ഇപ്പോൾ റോഡ് മാർഗം യാത്രയിൽ പോവുകയാണ്. കണ്ണൂരിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലെത്തിയത്. തുടർന്ന് ഈ പറയുന്ന മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം മേഖലകളിൽ ആകാശ നിരീക്ഷണം നടത്തി. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കാണുന്നതാണ്. ഒരുപക്ഷെ ഈ ദൃശ്യങ്ങളിൽ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ആ ദൃശ്യങ്ങളിൽ നിന്ന് നേരിട്ട് കൺവേ ചെയ്യുമെന്നറിയില്ല. പക്ഷേ നേരിൽ പോയി കണ്ടാൽ നമ്മുടെയൊക്കെ കണ്ണിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വണ്ണം സമാനതകളില്ലാത്ത, ഹൃദയം നുറുങ്ങിപ്പോകുന്ന വല്ലാത്ത വേദനയുടെയും തകർച്ചയുടെയും കാഴ്ചകൾ, ഒരു ഭൂമി അങ്ങനെ ഇല്ലാതായിപ്പോയ കാഴ്ചകൾ പ്രധാനമന്ത്രി നേരിട്ടിപ്പോൾ കാണുന്നു. വ്യോമ നിരീക്ഷണത്തിൽ നടത്തി കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥരടക്കം അദ്ദേഹത്തോട് കാര്യങ്ങൾ, അതിൻ്റെ ആ ദുരന്തത്തിൻ്റെ മഹാവ്യാപ്തിയെക്കുറിച്ച് ഇപ്പോൾ വിശദീകരിക്കും അല്പസമയത്തിനും കളക്ടറേറ്റിൽ ചേരാൻ പോകുന്ന റിവ്യൂ യോഗത്തിൽ. അങ്ങനെ വലിയ പ്രതീക്ഷ ഈ മേഖലയുടെ പുനരുജ്ജീവനത്തിന്, അല്ലെങ്കിൽ പുനർജന്മം എന്നൊക്കെ പറയേണ്ടി വരും. കാര്യം ആ മണ്ണ് ഏതാണ്ട് മൃതപ്രായമായ മണ്ണാണ്, മനുഷ്യർക്കൊപ്പം ഏതാണ്ട് മൃതമായി പോയ മണ്ണാണ്. അതിന് പുനർജന്മം മാത്രമേ സാധ്യമാവുകയുള്ളൂ. ആ പുനർജന്മത്തിന് കേന്ദ്രത്തിൻ്റെ വലിയ സഹായം, രാജ്യം കണ്ട ഏറ്റവും വലിയ, നേരത്തെ സജോ പറഞ്ഞതുപോലെ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ്. അതിതീവ്ര ദുരന്തം എന്ന കാറ്റഗറിയിലേക്ക് ഒരു സംശയവുമില്ലാതെ ആ കാറ്റഗറിയിൽ പെടുത്താൻ കഴിയുന്ന ദുരന്തമാണ്. പ്രധാനമന്ത്രിയുടെ തന്നെ നേരിട്ട് ചുമതലയുള്ള പല ദുരിതാശ്വാസ ഫണ്ടുകൾ കൂടിയും പ്രധാനമന്ത്രിക്ക് ആരുമായും ആലോചിക്കാതെ നേരിട്ട് സഹായങ്ങൾ പ്രഖ്യാപിക്കാവുന്ന ഒരു ദുരന്തമാണ്. പ്രധാനമന്ത്രി ആ ദുരന്തം ഇപ്പോൾ നേരിട്ട് കാണുകയാണ്. ഈ ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസത്തിന് 2000 കോടിയുടെ പാക്കേജ് ആവശ്യപ്പെടുകയാണ് കേരളം. 2000 കോടി ആവശ്യപ്പെടാനുള്ള എല്ലാവിധ യോഗ്യതയും ആ മഹാദുരന്തത്തിനുണ്ട്. മേഖല ഒന്നാകെ ഇല്ലാതായിപ്പോയി. ഈ ദുരന്തബാധിതരുടെ അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ടു, അവരുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടു. അവരെ ചേർത്ത് പിടിക്കാൻ, ആ മേഖല പുനരുജ്ജീവിക്കാൻ, അതുമാത്രമല്ല ഇനി മുന്നോട്ടുള്ള വഴിയിൽ നമ്മൾ കവളപ്പാറ കണ്ടു, നമ്മൾ പുത്തുമല കണ്ടു, നമ്മൾ ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ കാണുന്നു. ഇനി ഉണ്ടാവാതിരിക്കട്ടെ, പക്ഷേ അത്തരത്തിൽ ആക്സിഡന്റ് പ്രോൺ, അല്ലെങ്കിൽ അത്തരത്തിൽ ലാൻഡ്സ്ലൈഡ് പ്രോൺ മേഖലയാണത് എന്ന തിരിച്ചറിവിൽ ഇനിയൊരു ദുരന്തം ഉണ്ടാവാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾക്ക്, പ്രിപ്പയർഡ്നെസ്സിനൊക്കെ നമുക്ക് വലിയ ഫണ്ട് ആവശ്യമുണ്ട്. ആ ഫണ്ട് ആവശ്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയും നമ്മുടെ മന്ത്രിമാരും നമ്മുടെ കേന്ദ്രമന്ത്രിമാരും ഒക്കെ പ്രധാനമന്ത്രിയോട് നേരാവണ്ണം ധരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. അതിനുവേണ്ടിയുള്ള കൃത്യമായ ഹോംവർക്കുകൾ തലേദിവസമൊക്കെ സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ KR ഗോപികൃഷ്ണൻ കൂടി ചേരുന്നു. ഗോപികൃഷ്ണൻ, നമുക്ക് വലിയ പ്രതീക്ഷകൾ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിലുണ്ട്. അത് പ്രതീക്ഷ എന്നതിലപ്പുറം കേന്ദ്രത്തിൻ്റെ അകമഴിഞ്ഞ CMDRF ഫണ്ടാവട്ടെ, മറ്റെന്ത് ഫണ്ടാവട്ടെ, നമ്മളെക്കൊണ്ട് മാത്രം കുട്ടിയാൽ കൂടുന്ന ഒന്നല്ല. കേന്ദ്രത്തിൻ്റെ അകമഴിഞ്ഞ പിന്തുണ വയനാടിൻ്റെ ദുരന്തത്തിന് ആവശ്യമായുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് അനുസൃതമായ പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ ഗോപി? ഹാഷ്മി, നമുക്കറിയാം, ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളും ഒക്കെ പ്രാഥമികമായ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൻ്റെതാണ്. പക്ഷേ സാധാരണ കാണുന്നതിനേക്കാൾ ആ ദുരന്തത്തിന്റെ വ്യാപ്തിയും ആഴവും കൂടുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്വത്തിൽ ഇതൊന്നും നിർവഹിക്കാൻ കഴിയില്ല. ആ ഘട്ടത്തിലാണ് വയനാട് ഉരുൾപൊട്ടൽ എന്ന മഹാദുരന്തത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ സഹായവും പിന്തുണയും വേണം, ആവശ്യമാണ് എന്ന ഒരു അഭ്യർത്ഥന സംസ്ഥാന സർക്കാരിനുള്ളത്. ഈ കാര്യങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം വെച്ച് സംസ്ഥാന സർക്കാർ പലകുറി കേന്ദ്രത്തെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച 2000 കോടി രൂപയുടെ പുനരധിവാസ പാക്കേജ് എന്നത്. സമഗ്രമായ ഒരു പുനരധിവാസത്തെ കുറിച്ചാണ് വയനാട് ഉരുൾപൊട്ടലിലെ ദുരന്തബാധിതരുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ചുകൊണ്ട് ഈ പുനരധിവാസം പൂർണ്ണവും സമഗ്രവുമാക്കുക എന്നതാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഇത് സ്വന്തം നിലയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്കറിയാം, പല സന്ദർഭങ്ങളിലും ഇതിനു മുൻപും സാമ്പത്തിക സഹായങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്രത്തിൽ നിന്ന് അനുകൂലമായ ഒരു നിലപാട് സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നില്ല എന്നൊരു ദുരനുഭവം നമുക്കുണ്ട്. നേരത്തെ ഈ കഴിഞ്ഞ ബജറ്റിലും ഈ പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് നൽകാനുള്ള സഹായത്തിന്റെ പട്ടികയിൽ നിന്ന് കേരളം എന്ന സംസ്ഥാനം ഉൾപ്പെടുത്തിയിരുന്നില്ല. പക്ഷെ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തവും വിഭിന്നവുമായ ഒരു സാഹചര്യമാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. കാരണം ദേശീയ തലത്തിൽ തന്നെ ഒരുപക്ഷെ രാജ്യത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ഒന്നും ഇല്ലാത്ത അത്രയും തീവ്രമായ, അത്രയും നാശനഷ്ടമുണ്ടാക്കിയ, അത്രയും ആൾനാശമുണ്ടാക്കിയ ഒരു മഹാദുരന്തമാണ് വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളായി
പ്രദേശങ്ങളായ ചൂരൽമലയിലും മുണ്ടക്കയിലും അതോടൊപ്പം തന്നെ പുഞ്ചിരിമട്ടത്തും ഒക്കെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദുരന്തത്തിന്റെ തീവ്രതയും അതിന്റെ വ്യാപ്തിയും അതിന്റെ ആഴവും അത് ജീവിതം ഇല്ലാതാക്കിയവരുടെ കണക്കുമൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന്റെ ഈ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് ബോധ്യപ്പെടും. അതോടൊപ്പം തന്നെ കേന്ദ്രത്തെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ വിലയിരുത്താൻ, അതായത് ദുരന്തത്തിന്റെ ആഘാതം വിലയിരുത്താൻ, നാശനഷ്ടങ്ങൾ എത്രത്തോളം ഉണ്ട്, അതിന്റെ വലിപ്പം എത്രത്തോളമാണെന്ന് കണക്കാക്കാൻ ഏത് തരത്തിലുള്ള ദുരിതാശ്വാസ സഹായമാണ് സംസ്ഥാന സർക്കാരിന് നൽകേണ്ടി വരിക, ഈ കാര്യങ്ങളൊക്കെ ഈ മാനദണ്ഡങ്ങൾ ഒന്നൊന്നായി പരിശോധിച്ച ശേഷമായിരിക്കും കേന്ദ്ര സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒരു സഹായമാണ് സംസ്ഥാനത്തിന് നൽകേണ്ടത് എന്ന് സാധാരണ നിലയിൽ നിശ്ചയിക്കുക. അതിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു 9 അംഗ സംഘം ഈ കാര്യങ്ങൾ നേരിട്ട് വന്ന് പഠിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകുക. അതിന് പുറമെ കേരളത്തിൽ നിന്ന് BJPക്ക് ഒരു MP ഉണ്ട്. അത് മാത്രമല്ല 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. കേരളത്തിന്റെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം എങ്ങനെയാണ് കേരളത്തിന്റെ ഒരു പൊതു സാഹചര്യമായി മാറുന്നത്, അതെങ്ങനെയാണ് കേരളത്തിന്റെ ഒരു പൊതു ദുഃഖമായി മാറുന്നത് എന്ന കാര്യം അവർ സ്വാഭാവികമായും പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ടാകും. അതിന് പുറമെയാണ് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ ഇതിന്റെ കണക്കെടുപ്പും ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയും ഒക്കെ വ്യക്തമാക്കുന്ന വിവരങ്ങൾ കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം നിലനിൽക്കുമ്പോഴും അതിനും അപ്പുറത്തേക്ക് പ്രധാനമന്ത്രി ദുരന്ത മേഖലയിൽ നേരിട്ടെത്തി കാര്യങ്ങൾ നേരിട്ട് അദ്ദേഹം വിലയിരുത്തുന്നു എന്നത് കേരളത്തെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്നതാണ്. ഒരുപക്ഷെ വയനാടിനൊരു സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും സാഹചര്യവുമാണ് നിലവിലുള്ളത് എന്ന് നമുക്ക് പറയാം. അതല്ല കേരളം ആവശ്യപ്പെടുന്നത് പോലെ ദുരന്ത നിവാരണ നിധിയുടെ ഒരു വലിയ ഗണ്യമായ തോതിലുള്ള ഒരു സഹായം സംസ്ഥാനത്തിന് ലഭിക്കണം എന്നൊരു ആവശ്യം കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിലയിൽ ഈ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടണം എന്നതാണ് സ്വാഭാവികമായും കേരള സർക്കാർ ആഗ്രഹിക്കുന്നതും. അങ്ങനെയാണോ അതല്ല വയനാടിന് വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കുക എന്നതിലേക്കായിരിക്കുമോ പ്രധാനമന്ത്രി കടക്കുക എന്ന് നമുക്കറിയില്ല. ഏതായാലും അദ്ദേഹം ദുരന്തബാധിത മേഖല നേരിട്ട് സന്ദർശിക്കാൻ എത്തുന്നു എന്നത് ഒരു പോസിറ്റീവ് ജെസ്ചർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായും പ്രധാനമന്ത്രി ഈ മേഖലയിലെത്തിയ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു വയനാടിന് വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് എങ്കിലും അദ്ദേഹം മടങ്ങിപ്പോകുന്നതിന് മുൻപ് തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം തിരിച്ചു ഡൽഹിയിലെത്തിയ ശേഷമായിരിക്കും ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടാവുക. ഏത് തരത്തിലായാലും ഹാഷ്മി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയായത് ഇതിനൊരു ദേശീയ ദുരന്തമായി പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ, അതല്ലെങ്കിൽ അതിതീവ്ര ദുരന്തമായി ഈ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ കാണുമോ എന്നുള്ളതായിരുന്നു. ഏതായാലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നിലവിലുള്ള സാഹചര്യങ്ങൾ, അതായത് അതിന് പ്രത്യേകിച്ചൊരു നിയമമോ അതിന് മറ്റു മാനദണ്ഡങ്ങളോ ഇല്ല. പക്ഷേ അതിതീവ്ര ദുരന്തമായി പരിഗണിക്കാനുള്ള മാനദണ്ഡങ്ങളുണ്ട്. സാധാരണ നിലയിൽ ഒരു സംസ്ഥാനത്തെ 1/3 ജനവിഭാഗത്തെ ദുരന്തം ബാധിക്കുമ്പോഴാണ് അത് ഒരു ദേശീയ ദുരന്തമായോ അല്ലെങ്കിൽ തീവ്ര ദുരന്തമായോ കണക്കാക്കുക. ഇത് ചെറിയ പ്രദേശമാണെങ്കിലും ഇതിന്റെ വ്യാപ്തി എത്ര വലുതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2013 ഉത്തരാഖണ്ഡിലും 2014 രാജസ്ഥാനിലും പ്രകൃതിക്ഷോഭങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ഒരു തുക അനുവദിച്ചിരുന്നു. ആ തരത്തിൽ സമാന സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ രാജ്യത്തെ മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ദുരന്തം, ഒരു മഹാദുരന്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന വയനാട്ടിലെ ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഗണ്യമായ അകമഴിഞ്ഞൊരു പിന്തുണയും സഹായവും കേരളം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ പ്രതീക്ഷിക്കുകയാണ്. ഹാഷ്മി, ഇപ്പോൾ പല പ്രളയബാധിത സംസ്ഥാനങ്ങളും നമ്മൾ കണ്ടു. പോയ നാളുകളിൽ 10,000-കണക്കിന് കോടിയുടെ ധനസഹായ പ്രഖ്യാപനമൊക്കെ നമ്മൾ കണ്ടു. ഒരുപക്ഷെ അത് സംസ്ഥാനം ഒട്ടാകെ ബാധിച്ച വലിയ പ്രളയം എന്നൊക്കെ പറയാമെങ്കിൽ കൂടിയും ഒഡീഷയിലൊക്കെ ഉണ്ടായ പ്രളയത്തിൽ മരണം തീരെ കുറവാണ് എന്ന് പറയാമെങ്കിൽ കൂടിയും നമ്മുടെ ഈ ചെറിയ മേഖല 3 വാർഡുകളിലാണെങ്കിൽ കൂടിയും അമ്പരപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന ഭയാനകമായ മരണനിരക്കുണ്ട്. അത് 400 മുകളിലേക്കൊക്കെ പോകുന്നു എന്ന് ആശുപത്രിയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. സർക്കാർ ഔദ്യോഗിക കണക്ക് അങ്ങനെ അല്ലെങ്കിൽ കൂടിയും ഇനിയും എത്ര മൃതദേഹങ്ങൾ മണ്ണിനടിയിലുണ്ട് എന്ന് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയാത്ത ധാരണയുണ്ട്. അത്രത്തോളം ആൾനഷ്ടമുണ്ടായ ഒരു ദുരന്തമാണ്. ഈ മേഖല ഒന്നാകെ ഏതാണ്ട് അവിശ്വസനീയമാവണം. ഒരു നേരിൽ പോയി കണ്ടാൽ ഒരു ഉരുൾപൊട്ടലിന് ഇത്രത്തോളം പ്രഹരശേഷിയുണ്ടോ, ഇത്രത്തോളം നശീകരണ ശേഷിയുണ്ടോ എന്ന് നമ്മൾ അമ്പരന്ന് നിൽക്കുന്ന, അത്ഭുതപ്പെട്ട് നിൽക്കുന്ന, അസ്ത്രപ്രജ്ഞരായി നിൽക്കുന്ന രീതിയിൽ ഒരു ദുരന്തമുണ്ടായ സ്ഥലമാണ്. പ്രധാനമന്ത്രിക്ക് ഉറപ്പായും അത് നേരിൽ കണ്ട് അതൊക്കെ ബോധ്യപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നേരിൽ കാണുമ്പോൾ ഏതു മനുഷ്യനും, പ്രധാനമന്ത്രി മനുഷ്യനാണ്, ഏതു മനുഷ്യനും നേരിൽ കാണുമ്പോൾ അമ്പരപ്പോടുകൂടി ബോധ്യപ്പെടുന്ന ഒന്നാണെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രി ഇപ്പോൾ വയനാട് എന്നൊരു ജില്ലയുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ളത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. അങ്ങേയറ്റം ആ മേഖലയ്ക്ക് നൽകുന്ന ആശ്വാസം ചെറുതയല്ല. പ്രധാനമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇത് കഴിഞ്ഞ് പോകാൻ പോകുന്നു. അരുൺ എന്ന് പറയുന്ന ഒരുപക്ഷെ ഈ ദുരന്തത്തിൻ്റെ അതിജീവനത്തിൻ്റെ പ്രതീകമായ കഴുത്തോളം ചെടിയിൽ മണിക്കൂറുകൾ നിന്ന അരുണിനെ കാണാൻ പോകുന്നു. 8 വയസ്സുകാരി അവന്തിക, നമ്മുടെയൊക്കെ വേദനയാണ്. അവന്തികയുടെ അച്ഛനും അമ്മയും മരിച്ചതാണ്, ചേച്ചി മരിച്ചതാണ്. വെള്ളാർമല സ്കൂളിലെ 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. മുഖത്ത് മൊത്തം മുറിവായി. ആശുപത്രിയിൽ നേരിൽ പോയി കണ്ടാൽ കണ്ണ് നിറയാതെ അവന്തികയുടെ മുറിയിൽ നിറങ്ങി വരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അവന്തികയോട് സംസാരിക്കാൻ പോകുന്നു. സുഹൃതി എന്ന് പറയുന്ന ഒഡീഷ സ്വദേശിയോട് സംസാരിക്കാൻ പോകുന്നു പ്രധാനമന്ത്രി. ഇവരിൽ നിന്ന് നേരിൽ കേൾക്കുന്ന ഭാഷണങ്ങൾ, നേരിൽ കേൾക്കുന്ന അവരുടെ അനുഭവങ്ങൾ പ്രധാനമന്ത്രിക്ക് ഉറപ്പായും ബോധ്യമാകും. അതോടൊപ്പം തന്നെ
ഈ മേഖലകളിൽ എന്തൊക്കെയാണ് കൃത്യമായ നഷ്ടങ്ങൾ, എത്ര രൂപ കിട്ടിയാൽ, എത്ര രൂപ ഫണ്ട് കിട്ടിയാലാണ് നമുക്കതിനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുക, എത്ര കിട്ടിയാലാണ് നമുക്ക് ഈ സർവ്വതും നഷ്ടപ്പെട്ട, സർവ്വം ഉറ്റവരും ഉടയവരും ഉണ്ടാകുന്ന ഇല്ലാതായ വേദന ജന്മത്ത് മാറില്ല, അതിനപ്പുറം അവരെ ചേർത്ത് പിടിക്കാൻ എത്ര ഫണ്ട് കിട്ടിയാലാണ് മതിയാവുക എന്ന് പ്രധാനമന്ത്രിയെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിൻ്റെതായ ഹോംവർക്കുകൾ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. ഈ പോയ ദിവസങ്ങളിൽ നടന്നതാണ്. അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബോധ്യപ്പെടുത്തും. ഇത് ചെറിയ മേഖലയിൽ നാടിൻ്റെ ചെറിയ മേഖലയിൽ ഉണ്ടായ ദുരന്തമാണെങ്കിലും ഒഡീഷ പോലൊരു സംസ്ഥാന വ്യാപകം ഉണ്ടായ ദുരന്തത്തോളം തന്നെ വലിയ മാഗ്നിറ്റ്യൂഡ് ഇതിന് ഉണ്ട് എന്നുള്ള കാര്യം പ്രധാനമന്ത്രിക്ക് ബോധ്യം.